വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പം ഞാനും എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പം എന്ത് വീഡിയോ എടുക്കുന്ന ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ പാലപ്പുഴ പുഴയൊന്ന് കാണി. പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, തോർത്തല്ല എടുത്തിട്ടുണ്ട്. അവർ പുറകെ വരുന്നുണ്ട്. ഒടുക്കത്തെ വെയിൽ കഴിച്ചു, ഒടുക്കത്തെ വെയിൽ. ഇന്ന് കരിച്ചട്ടി ആവുമോ അറിയില്ല, ഭയങ്കര വെയിൽ കഴിച്ചത്. അൻവിതയൊക്കെ ഉണ്ട് കഴിച്ച്, അൻവിതയൊക്കെ ഉണ്ട്. നമുക്ക് പോയാലോ? പട്ടി അത് ഇതിൽ പെട്ടിട്ട് എന്നെ പറയണം കണ്ട, അങ്ങനെ ഒളിപ്പിച്ച് വെക്കാൻ എടുക്കാവൂലേ. കുഞ്ഞാരെ കൊട മാറ്റി. ഊട്ടീന് പട്ടി ഭയങ്കര അഗ്രസീവാണ് ഗൈസ്. ഓടണ്ട, മെല്ലെ നടന്നു പോ. അഗ്രസീവാണ്, അത് കുറച്ച് വഷളാണ് ഗൈസ്, വഷളാണ്. അങ്ങനെ ഭാഗേ നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല. പട്ടീനെ കണ്ട് ഓടാനും പാടില്ല. ഇതിലേ കൂടി ഇങ്ങനെ നടന്നു പോണം ഗൈസ്. വെയിലായതുകൊണ്ട് നമ്മൾ കുട എടുത്തിട്ടുണ്ട്. അപ്പുമാമനും മക്കളും. പൊട്ടേ വണ്ടി പൊട്ടേ. നാത്തൂന് ക്ഷീണമാണ് ഗൈസ്, അതുകൊണ്ട് നാത്തൂൻ വീട്ടിലുണ്ട്. പൊട്ടേ വണ്ടി പൊട്ടേ. ഞാൻ എടുക്കുന്നുണ്ട്, നീ ഊട്ടീനെ എടുത്താണ്. ഞാൻ എടുക്കുന്നുണ്ട്, നീ ഊട്ടീനെ എടുത്താണ്. വേണ്ട, നല്ല ഇത്രയും വൃത്തി മതി. ഇതൊന്നും കട്ട് ചെയ്യൂല, ഇതെല്ലാം അങ്ങനെ പോന്നെ ഗൈസ്. ഇത് മേലെ വീട്ടിൽ അവരുടെ പറമ്പാട്ടോ. അണ്ടിമാങ്ങ ഉണ്ട് ഗൈസ്, അണ്ടിമാങ്ങ കാണിച്ചു തരാം ഗൈസ്. അച്ഛൻ്റെ പുകപ്പരിയാ ഗൈസ്, മേലെ വീട്ടിൽ അവരുടെ പുകപ്പരി. അച്ഛൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം അണ്ടിമാങ്ങ ഉണ്ട് ഗൈസ്. ഇതാണ് അണ്ടിമാങ്ങ ഗൈസ്. കണ്ടോ? അടുക്കേ അപ്പൂ, ഞാൻ വരുന്ന അച്ഛൻ്റെ പുകപ്പരി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. അച്ഛൻ്റെ പുകപ്പുര കാണിച്ചു തരാം ഗൈസ്. ഇതാ അച്ഛൻ ഓൺ ബിസിനസ് ഗൈസ്. അച്ഛൻ്റെ ഷീറ്റൊക്കെ അച്ഛൻ ഇത് കണ്ടോ, ഇതാണ് പുകപ്പുര അച്ഛൻ്റെ. ലോങ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. എങ്ങനെയുണ്ട്? ഷീറ്റൊക്കെ ഉണക്കട്ടെ. അച്ഛൻ നമ്മൾ പോയിട്ട് വരട്ടെ. പോകാം ഗൈസ്. വണ്ടി വേണ്ട നമുക്ക്, വണ്ടി നമുക്ക് മേലെ വീട്ടുകാർക്ക് കൊടുക്കാം ഗൈസ്. ഇവിടെ ഇടാം നമുക്ക്, അവരെടുത്തോളും. വണ്ടി പെറുക്കാൻ വരുന്നേ അവര്. ഇതൊന്ന് നിരങ്ങിയിട്ടൊക്കെയാ പോന്നാ. ഒരുത്തി ഇരുന്ന് നിരങ്ങി പോന്ന് നോക്ക് ഗൈസ്. നോക്ക്, നടക്കാൻ പേടിച്ചിട്ട് ഇരുന്ന് നിരങ്ങി പോവാ. കഴിച്ചോക്കട്ടെ, ഇത് കുത്തനെയുള്ള ഉറക്കാണ്. മുടി കഴിച്ചിട്ടാലോ? ആ ഗൈസ്, കുത്തനെയുള്ള ഇറക്കാണ്. ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഞാൻ അന്ന് കാണിച്ചെന്ന കിണറാട്ടോ അത്. അതിൽ വെള്ളമുണ്ട്, കാണിച്ചു തരാം. പക്ഷെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ വായിൽ ഒരൊറ്റ പല്ലുണ്ടാവൂല. അപ്പോ ഞാനും വരുന്ന എന്നെ കൂട്ടിയിട്ട് പോയതുണ്ടോ. ഇത്രയും വെള്ളമുണ്ട് കേട്ടോ ഗൈസ്. ഇതുണ്ടോ? എന്താ പറയുന്നത്, ഞാൻ ഇപ്പം എല്ലാവരും പോവും, ഞാൻ വീഡിയോ എടുത്തിട്ട് എൻ്റെ നാട്ടിലെ പുഴ തന്നെ, എനിക്കൊന്നും അറിയില്ല. അപ്പോ ഇതാണ് ഗൈസ്. എൻ്റെ അമ്മ ശരിക്കും ഫോറസ്റ്റ്, ഹാർളം ഫോറസ്റ്റ് മാറി നിൽക്കും. അപ്പോ എൻ്റെ അനിയനെ എവിടെയാടാ? ഇല്ലാത്ത വഴി കൂടിയൊക്കെ ഉണ്ടാക്കുക ഗൈസ്. പശുവപ്പിയൊക്കെ ഉണ്ട്. എനിക്ക് ഈ പശുവപ്പിയൊന്നും ഇഷ്ടമല്ല. അതന്നെ കശുവണ്ടി, ഇത് ഞങ്ങൾക്ക് കഴിക്കാനും തോന്നില്ല. സ്റ്റോറേജ് ഇഷ്യൂ നല്ല പോലെ ഉണ്ട് ഗൈസ്. എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പറ്റുന്ന പോലെ എടുക്കാം കേട്ടോ. അങ്ങനെ പാലപ്പുഴ പുഴയിലെത്തിയിട്ടുണ്ട്. ഇതുണ്ടോ? ഇതിലേ കൂടിയോ വന്നേന്ന് ഞാൻ കാണിച്ചു തരാം. അതുവഴിയാണ് വന്നത്. ഇതാ അതുവഴി വന്ന് കണ്ടോ, പുഴയിൽ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ടാ. ഇതിൻ്റെ ഓട്ടേ കൂടി പോവുക. ഇപ്പം സ്റ്റോറേജ് ഫുള്ളെന്ന് കാണിച്ച എല്ലാ പണിയായി ഗൈസ്. ഇത് കണ്ടോ, അങ്ങനെ ഇതാ പുഴയിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇവിടെയൊക്കെ എവിടെയോ വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്റ്റോറേജ് ഫുള്ളാവല്ലേ എന്ന പ്രാർത്ഥനയോട് കൂടി. ഇതും കുത്തനെയുള്ള ഒരവസ്ഥ ഗൈസ്. കണ്ടോ, ഇതൊക്കെ കവിഞ്ഞൊഴുകുന്ന സമയമുണ്ട്. ഇതാ
ആ കാണുന്നതാണ് ആറളം ഫോറസ്റ്റ് കേട്ടോ. അങ്ങോട്ടേക്ക് അതൊക്കെ ചാടി കടക്കാറുണ്ട് ഞങ്ങൾ. യാദുവിന്റെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കേറ്. എടാ കുട്ടീനെ മേടിക്കേ. ഉണ്ടോ? വെൽ പ്രൊട്ടക്ഷൻ ഉണ്ട് ഗൈസ്, ഒരു പ്രൊട്ടക്ഷൻ കുറവില്ല. കുഞ്ഞാറ്റ ഇങ്ങോട്ട് നീങ്ങി വാ. മാമൻ്റെ കൊടുക്ക്. ഞങ്ങളിവിടെ സ്ഥിരം കുഞ്ഞയിലേ വരുന്ന കേട്ടോ. എനിക്കിപ്പോൾ 28 വയസ്സായി. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ സേഫ്റ്റി ഒക്കെ നോക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മളെല്ലാം നോക്കിയിട്ടേ ഇറങ്ങുള്ളൂ. ഇറങ്ങും, അത്ര അധികം ഇങ്ങോട്ടൊന്നും ഇറങ്ങില്ല. ആഴമൊക്കെ ഉണ്ട് അങ്ങോട്ട്. സ്റ്റോറേജ് ഫുള്ളായി പോകുന്നുണ്ട് ഗൈസ്. പക്ഷെങ്കിൽ ഞാനെല്ലാം എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നേ ഗൈസ്. കഷ്ടപ്പാടാണ് ഗൈസ്, കഷ്ടപ്പാട്. അപ്പോൾ അമ്മ തെന്നി പോകുന്നുണ്ട് ഗൈസ്. ഇതുണ്ടോ, രണ്ടും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആനയുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഇത് കണ്ടോ, ആനപ്പിണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ? ആനപ്പിണ്ടോ? അപ്പോൾ ആനയുണ്ടെന്നുള്ള തെളിവാണ്. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കാൻ പാടില്ല. രാത്രിക്കേ വരൂ പണ്ടാരം. ഇതാ രണ്ടും വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നേണ്ട. അങ്ങോട്ടേക്ക് ആഴമൊന്നുമില്ല ഗൈസ്. ഇവർക്ക് നിൽക്കാൻ പറ്റുന്ന ആഴമുള്ളൂ. അതിനപ്പുറത്തോട്ട് ആഴമുണ്ട്. അത് കണ്ടോ, നിന്ന് കാണിച്ച എൻവി. ഇനി അതിന് കുപ്പായം മരിയായി കിടണേ. ഓക്കെ, അതാ രണ്ടാളും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടൊന്നും ആഴമില്ല ഗൈസ് നടക്കുക. പക്ഷേ തെന്നലുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കണ്ടോ. ആ പാറയിലേക്ക് എന്തിനാ? യാതിപ്പം മാമന്റെ മടിയിലിരിക്കുന്നുണ്ട് ഗൈസ്. അവനെയും വെള്ളത്തിലിറക്കി. പിള്ളേരൊക്കെ വെള്ളവും കല്ലൊക്കെ കണ്ടു വളരെ കണ്ടു. ഇതില് സ്ലിപ്പ്. ഇവിടെ നിന്നൊക്കെ പണ്ട് നമ്മൾ അലക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നതായിരുന്നു ഗൈസ്. ഗൈസ് വെള്ളം കണ്ടു ഗൈസ്. അമ്മേ ഇടല്ല പോ, എല്ലാം നിരങ്ങിപ്പോ. ഡ്രസ്സൊക്കെ പാറേൻ്റെ ഒക്കെ മോഡൽ കണ്ട ഗൈസ്. പാറ തെന്നിപ്പോയാൽ ഞാൻ പറഞ്ഞതുപോലെ 32 പല്ലിൽ ചിലപ്പോൾ എല്ലാം വീണ് പോകും. അങ്ങോട്ടേക്ക് പോയാൽ ഫോറസ്റ്റ് ഒക്കെ പിന്നെ ഒരു ദിവസം കയറി കാണിക്കുക ഗൈസ്. ഇപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ വന്നതുകൊണ്ട് തന്നെ ആരും പുഴയിൽ വരാറില്ല. എന്നാലും ആൾക്കാരൊക്കെ വരാറുണ്ടെന്ന് തോന്നുന്നു. ഓ നോക്കുന്നോക്കറോ, വെള്ളം നോക്കുന്നോക്കറോ. അതാ രണ്ടും പോകുന്നുണ്ട്. മെല്ലെ അവനവൻ്റെ സേഫ്റ്റി അവനവൻ നോക്കി വേണം പോവാൻ. എങ്ങോട്ട് പോകണ്ട കുഞ്ഞെ. അബി ഡ്രസ്സൊക്കെ നല്ല നീറ്റാക്കണേ. അത് പിന്നെ അങ്ങനെ പിടിച്ചു. അതുപോലെ കണ്ട ആശയോ ഭയങ്കര രസം കേട്ടോ. വെള്ളമൊക്കെ കണ്ടിട്ട്. വെയിൽ കുഴപ്പമില്ല, വെയിലൊക്കെ കൊള്ളണം ഗൈസ്. 4 മണി വെയിലാണ്. 4 മണി. ഇതാ പോന്നാണ്ടോ. നല്ല കാറ്റ് ഗൈസ്, നല്ല കാറ്റ്, നല്ല വെയിൽ, നല്ല കാറ്റ്, നല്ല വെള്ളം. ഞാൻ ചെരുപ്പ് ഊരിയിട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ചില പണി പാലും വെള്ളത്തിൽ കിട്ടും. ഇറങ്ങണമെന്നുണ്ട്, പക്ഷെ ഇറങ്ങിയാൽ ശരിയാകുമോന്നറിയില്ല. ആ കല്ലിൻ്റെ മണ്ടയ്ക്കെല്ലാം കയറി കണ്ട സൂപ്പറായിട്ടുണ്ട്. വെയിൽ സൺ കിസ്ഡ്. സണ്ണ് എവിടെന്നാ വരുന്നതെന്ന് അറിയോ? അവിടെ ഉണ്ട്. ആ നീ നീന്തിക്കോ, ഞാൻ കാണിച്ചു കൊടുക്കാം. അൻവീത നീന്തുന്ന കണ്ടോ? കുറേ. എങ്ങോട്ടാ വരണ്ട? ഞാൻ അങ്ങോട്ടെന്തിനാ? നിനക്ക് നീന്തറോ പോയിട്ട് അങ്ങനെ നീന്തിപ്പോടെ. അമ്മ വരാ, നടന്നോ. അമ്മ എന്തിനാ അങ്ങോട്ട് വരുന്ന? അങ്ങോട്ട് ഇതല്ലേ വെയില്. എന്തിനാ വരുന്നേ? ചെരുപ്പൂരി വെച്ചിട്ടുണ്ട്. നിനക്കറിയാം. മാമനും മോനും ആടി ഇരിക്കുന്നുണ്ട് ഗൈസ്. അവിടെ ഇരിക്കട്ടെ. വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട് ഗൈസ്. അമ്മയെ വഴുതുന്നുണ്ട്. ഇവിടെയൊന്നും വെള്ളമില്ല ഗൈസ്. കണ്ടില്ലേ, വെള്ളമില്ല. പിന്നെ ചൈൽഡ് സേഫ്റ്റി ഒക്കെ നോക്കണം ഗൈസ്. അതൊരു പ്രശ്നമാണ്. കുറച്ചൊക്കെ ഡ്രസ്സ് കൊണ്ടു, അതൊന്നും കാര്യമാക്കരുത്. അതാ ആറളം. ഇപ്പോൾ ഒരാന വന്നാൽ എല്ലാം ചാടി ഓടേണ്ടി വരും. ഒരിക്കൽ തേനീച്ച കുത്ത് കിട്ടി. ഇനിയിപ്പോൾ ആനേൻ്റെ കുത്ത് മേടിക്കാനുള്ള ത്രാണിയില്ല ഗൈസ്. അതല്ലേ, ചവിട്ടും കുത്തും മേടിക്കാനുള്ള ത്രാണിയൊന്നുമില്ല. ഇപ്പം വരൂലായിരിക്കും.
അതന്നെ ഈ സമയത്ത് വരൂലായിരിക്കും ഗൈസ്, അങ്ങനെ വിശ്വസിക്കാം. എങ്ങോട്ടാ പോന്നേ? ഡ്രസ്സ് വലിച്ചു താത്തട്. എന്തു പറയുന്നു ഇനി? സൂപ്പറാണോ? സൂപ്പറാണോ? ആ പിന്നെ ഇതാണ്ടേ മാമന് മോനും അവിടെ കളിക്കുന്നത്. നമ്മൾ സേഫ്റ്റി ഓൾറെഡി നോക്കിയെന്ന് പറഞ്ഞു. ഇനി വെറുതെ ആരും പറയാൻ നിൽക്കരുത് കേട്ടോ. നമ്മളെ സേഫ്റ്റിനേക്കാളും കൂടുതൽ മക്കളെ സേഫ്റ്റി നോക്കിയിട്ടേ നമ്മൾ ഇറങ്ങും. പിന്നെ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം ഗൈസ്, അല്ലാണ്ട് പിന്നെ എന്ത് ലൈഫാണ്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ വെള്ളം കയറും ഗൈസ്, ഇവിടെയൊക്കെ വെള്ളം കയറും. ആ ഓക്കെ ഡൺ. ശ്രദ്ധിക്കണം ഗൈസ്, തെന്നൽ മാത്രം, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. പിന്നെ വീണിട്ടാണല്ലോ പഠിക്കുക നമ്മൾ. നല്ല കാറ്റ് ഗൈസ്, നല്ല കാറ്റ് ഗൈസ്. കാറ്റ് കണ്ടോ പറ സൺസ്ക്രീനിലിട്ടിട്ട് ആർക്കറിയാം തെറ്റി പോകുന്നു. സാറില്ല എന്തായാലും സാറില്ല, അടിപൊളി പോവാ. ചിക്ക് നല്ല രസമല്ലേ? പാലപ്പുഴ കുളിക്കണമെന്നുണ്ട് ഗൈസ്, നോക്കട്ടെ പറ്റുവാണെങ്കിൽ കുളിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ? പോരി, നമുക്ക് പാലപ്പുഴ പുഴയെല്ലാം എൻജോയ് ചെയ്തിട്ട് വരാം കേട്ടോ. ഗൈസ് മേലത്തെ വ്യൂ എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? നല്ല രസമല്ലേ വ്യൂ കാണാൻ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഈ മുടിയില്ല, ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നില്ല ഗൈസ്. ബൊട്ടക്സ് ചെയ്തിട്ട് ആര് പറന്ന് നടക്കുന്നു, കെട്ടിയിട്ടാലും നിൽക്കുന്നില്ല. നല്ല രസമുള്ള വ്യൂ കാണാൻ, നല്ല രസമില്ല ഗൈസ്. ആർക്കെങ്കിലും അത് സാറില്ല, ചെളിയൊക്കെ ആയിക്കോട്ടെ, പിന്നെ പുഴയിൽ വന്ന ചെളിയാവാണ്ട്. ആർക്കെങ്കിലും പാലപ്പുഴ പുഴ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ വായോ ഗൈസ്, അടിപൊളിയാണ്. യാദൂട്ടൻ ഇതാ പാട്ടൊക്കെ പാടുന്നുണ്ട് ഗൈസ്. യാദൂട്ടൻ പാട്ടൊക്കെ പാടുന്നുണ്ട്. ആ ഊന്നൊക്കെ പാടുന്നുണ്ട്. ആ വായോ എല്ലാവരും വായോ, നമുക്ക് എൻജോയ് ചെയ്യാം പാലപ്പുഴ പുഴയൊക്കെ കുളിച്ചിട്ട്. അങ്ങനെ 2-3 കാറ്റ് വരട്ടെ. വേഗം വീശോ, ഞാൻ പറയുന്ന അനുസരിക്കും. പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. വേഗം ഭ്രാന്താന്ന് വിചാരിക്കണ്ട ഗൈസ്, പ്രകൃതിയോട് സംസാരിക്കണം നമ്മൾ. അപ്പോൾ പ്രകൃതി വരട്ടെ എന്നല്ല, കാറ്റ് വരുമ്പോൾ ഇങ്ങനെ പറയും. ആരോ അത്തമ്മനെ ആന വരുന്നുണ്ടാ, പടക്കം പൊട്ടിക്കുന്നുണ്ടല്ലോ. ഇറങ്ങി ഓടാനുള്ള കൽപ്പ് തന്നാ മതിയായിരുന്നു. നോക്ക് ഗൈസ്, ബാക്കിലെ കാഴ്ച നോക്ക് ഗൈസ്. എനിക്ക് കണ്ണ് തുറന്നു പിടിക്കാനാണല്ലോ. ഒരു ഗ്ലാസ് എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു. ഗ്ലാസ് എടുത്തിട്ടില്ല. ഉണ്ണിയേട്ടൻ വന്നിട്ടാകുമ്പോൾ നമുക്കൊരു ദിവസം വരാം കേട്ടോ. അടിപൊളിയായിട്ട് നീന്തുമൊക്കെ ചെയ്യാം. മക്കളും കുളിയാണ് ഗൈസ്. അവൻ വന്നാലേ ഞങ്ങൾ പുഴയിൽ ഇറങ്ങാറുള്ളൂ സത്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ ആരും ഇല്ലല്ലോ നമുക്ക്. നാത്തൂനും ഉണ്ടെങ്കിൽ വൈബാണ്, പക്ഷേ നമുക്ക് ക്ഷീണമാണ് ഗൈസ്. അപ്പോൾ അവളെ അങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ല നമുക്ക്. ഇതുണ്ടോ, അവനുണ്ടെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര ഹാപ്പിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ പുഴയിലും അവർ പറയുന്നിടത്തൊക്കെ ചെല്ലുള്ളൂ. അപ്പോൾ യാതൂട്ടനൊരു ഇച്ചിരി വണ്ണം വെച്ച് കഴിഞ്ഞാൽ അവൻ മതി. അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. എന്താ യാതുമാ? എന്താ അതാണ് ഗൈസ്, എൻ്റെ മടിയിലിരുന്നിട്ട് കണ്ടോ വെള്ളം നോക്കുന്നത് കണ്ടോ. വെള്ളം നോക്കുന്നില്ല, വെള്ളത്തിൽ ഇറക്കാൻ വിടായിട്ടാ. വെള്ളത്തിൽ ഇറങ്ങാനുള്ള തന്ത്രപ്പാടിലാണ്. ഇതുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും ആഴമുള്ളൂ, ഒന്നുമില്ല. ഇതുണ്ടോ, ആഴമേ ഇല്ല ഗൈസ്. എന്താ പിള്ളേർ നീന്തി വരുന്നു. അതാ അതിൻ്റെ തൊട്ടപ്പുറത്തോട്ടോ എൻ്റെ അമ്മമ്മേൻ്റെ വീടൊക്കെ. ഇതിൻ്റെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അമ്മമ്മേൻ്റെ വീടാണ് ഗൈസ്. അതാ അത് വിളിക്കുന്നുണ്ട് ഗൈസ്. വരും തെച്ചും പറഞ്ഞിട്ടുണ്ട്. എന്താടി എടുക്കടി, വെള്ളത്തിൽ കൊണ്ടുപോണ്ട. മാമൻ്റെ അടുത്ത് കൊടുത്താൽ ഞാനും അങ്ങോട്ടേ വരും. കയറാം, നമുക്ക് കയറാം. വേണ്ട, അധികം ഇരിക്കണ്ട. എൻ്റെ അമ്മയെ പാറയൊക്കെ സുട്ട് പൊള്ളുന്നു ഗൈസ്. ഇരുന്നാൽ എല്ലാം പോകും ഗൈസ്. നല്ല ചൂടുണ്ട് പാറയ്ക്ക്. പോകാം ബാ. ഞാറ്റേ ഓരോ സ്റ്റെപ്പും ബി കെയർഫുൾ. അപ്പു മേടിച്ചോടാ കുട്ടീനെ. നടക്ക്. തെന്നൊന്നുമില്ല ഇവിടെ കണ്ടോ, നമുക്ക് കാണിച്ചു തരാം. എനിക്ക് പരാതിയൊന്നും കേൾക്കാൻ വയ്യാതുണ്ടോ. അവൾ കൊണ്ട് നടക്കുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് കേട്ടോ. കൊടുക്ക് കുട്ടീനെ. പേടിക്കണ്ട, മുറുക്ക പിടിക്കുക അതുവിനെ, എന്നിട്ട് കൊടുക്കാം അങ്ങോട്ട്. നല്ല ശീലമാക്കണം. വെള്ളത്തിൽ കിടക്കുന്ന പോത്ത് ഗൈസ്, വെള്ളത്തിൽ കിടക്കുന്ന പോത്ത്, അൻവിത പോത്ത്, കുഞ്ഞാറ്റ പോത്ത്.
വലിയ പോത്ത് അമ്മ പോത്ത് ഇതാ നടന്ന് കയറുന്നുണ്ട് ഗൈസ്. നിങ്ങളവിടെ കിടന്ന് കളിക്കാം, നമ്മൾ പോകാം. ഞാറ്റേ നമുക്ക് വീട്ടിൽ പോണം കേട്ടോ, നിന്റെ തമാശ കളിയല്ല. അവിടെ AC അവർ വിളിച്ചായിരുന്നോടാ? രാത്രിയാവും. അപ്പം അന്നേരം ഫിറ്റാക്കലും നടക്കൂലല്ലേ. സ്റ്റോറേജ് ഇഷ്യൂ ഭയങ്കര പ്രശ്നമാണ്. നല്ല വീഡിയോ ഞാൻ ഏട്ടൻ വന്നിട്ടാകുമ്പോൾ ഒരു ദിവസം എടുത്തിടാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിഷമമുണ്ട് മൊത്തത്തിൽ കാണിക്കാൻ പറ്റാത്തതിൽ, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് സ്റ്റോറേജ് ഇല്ല ഗൈസ്. ഭയങ്കര വിഷമമുണ്ട് എനിക്ക്. മാമനും മക്കളും അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. യാദപ്പന് വിശന്നിട്ട് ഫീഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒന്നും വിചാരിക്കരുത്, നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരെ ഞാൻ എന്താ പറയണ്ട, വീഡിയോ എടുക്കും, ക്യാപ്കട്ട് കയറി ആക്കും, ഡിലീറ്റ് ആക്കും. ഇതന്നെയാണ് പണി. പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ പോകും ഗൈസ്. അതുകൊണ്ട് എനിക്കറിയില്ല, എന്തോ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ സ്റ്റോറേജ് ഫുള്ളൊന്ന് കാണിക്കുമ്പം. അപ്പം പെൻഡ്രൈവ് വന്നിട്ടില്ല. പെൻഡ്രൈവ് വന്നിട്ടാകുമ്പോൾ വേണം എല്ലാം സെറ്റാക്കാൻ ഗൈസ്. അതുവരെ വെയിറ്റ് ചെയ്യും കേട്ടോ. ഇതിൻ്റെ ലോങ് വീഡിയോ ഒക്കെ നമുക്ക് ഏട്ടൻ വന്നിട്ടാകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇതൊക്കെ മൊത്തത്തിൽ കാണിച്ചു തരാം കേട്ടോ. മൊത്തം വേണ്ടവർ കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും മറക്കാണ്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗോ, ബൈ.